കൊൽക്കത്ത ആർ.ജി.കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം തുടരുന്നു എന്ന വാർത്ത മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. സംസ്ഥാനത്തെ ക്രമസമാധാന സാഹചര്യങ്ങൾ ഗവർണർ CV ആനന്ദ ബോസ് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ധരിപ്പിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുന്നു ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, വിശദാംശങ്ങൾ. ഈ മെഡിക്കൽ കോളേജിൽ ഇത് ആദ്യ സംഭവമാണോ? പ്രതിഷേധം അതിശക്തമായി തുടരുകയാണോ? ഗുഡ് മോർണിംഗ് SKN. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ CBIയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. നേരത്തെ കൊൽക്കത്ത പോലീസ് കണ്ടെത്തിയതിന് സമാനമായി തന്നെ കേസിൽ ഒരു പ്രതി മാത്രമാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ളതാണ് CBIയുടെ കണ്ടെത്തൽ എന്നുള്ളത്. എന്നാൽ ഇതിൻ്റെ തെളിവുകൾ നശിപ്പിക്കാൻ അടക്കമുള്ള കാര്യങ്ങളിൽ മറ്റ് ആളുകളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി അന്വേഷണം നടത്തുന്നത് ഏറ്റവും ഒടുവിലായി പരിശോധനയും നടത്തിയത് ഈ മുഖ്യപ്രതിയുടെ സുഹൃത്തും ASIയുമായ അനൂപ് ദത്ത എന്ന അയാളെ നുണപരിശോധന നടത്തിയിരുന്നു. ഇയാൾക്ക് ഈ കുറ്റകൃത്യത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ എന്നോ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് CBI ഇപ്പോൾ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ ഇയാളുടെ മൊഴികൾ ഉൾപ്പെടെ വിശകലനം ചെയ്യുകയാണ്. ഒപ്പം തന്നെയാണ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന് മായി ബന്ധപ്പെട്ടും തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായതായി നേരത്തെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതിൽ പ്രധാനമായും സന്ദീപ് ഘോഷ് ഈ സംഭവം അറിഞ്ഞതിന് ശേഷം വിളിച്ച ആളുകൾ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തുകയും അവരുടെ മൊഴികളുമായി സന്ദീപ് ഘോഷ് നൽകിയ മൊഴികൾ ഒത്തുനോക്കുന്നത് അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് തുടർച്ചയായി 15ാം ദിവസവും സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്യുമെന്നാണ് CBI വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അതേസമയം ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായി മാറിയിരിക്കുന്നു. BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തെരുവുകളിൽ നടക്കുകയാണ്. കൊൽക്കത്തയിൽ BJPയുടെ 7 ദിവസത്തെ സമരം ഇന്ന് 3ാം ദിവസത്തെ ഇതാണ് ധർണ നടക്കുന്നത്. കഴിഞ്ഞ ദിവസവും പോലീസ് നടപടി വനിതാ നേതാക്കളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധത്തിന് നേരെ ഉണ്ടായിരുന്നു. അതേസമയം ഗവർണർ CV ആനന്ദ ബോസ് ഡൽഹിയിലാണ്. അദ്ദേഹം ഈ സംസ്ഥാനത്തെ ക്രമസമാധാന നില അല്ലെങ്കിൽ ക്രമസമാധാന സാഹചര്യം അത് കേന്ദ്രത്തെ ധരിപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി JP നദ്ദ എന്നിവരെ ഈ സാഹചര്യങ്ങൾ ധരിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഡൽഹി സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും CBIയുടെ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള ഈ അഴിമതി കേസും CBI അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നു. ആ കേസിലും മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് പ്രതി ചേർത്തിട്ടുണ്ട്. താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.